ഇച്ചിരി കുറവാണ് ടീച്ചർ, എന്നാലും ഒരു 6-7 പേരൊക്കെ ഉണ്ടാകാറുള്ളതാ. ഓക്കെ, എനിവേ വി ക്യാൻ സ്റ്റാർട്ട്. നമ്മളുടെ സമയം വേലുള്ളതാണ്. ഓക്കെ, പ്ലീസ്. പ്രെയർ ഉണ്ടോ? ആരാ പ്രെയർ ചെയ്യാം? 2 പേരുണ്ട്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്. രാജലക്ഷ്മി പോയോ? ശുഭ മാത്രം. ഞാൻ പ്രെയർ ചെയ്യില്ലെന്ന്. ഓക്കെ, ഫൈൻ. മലയാളം പറയുമോ? ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ, ഭൂവിന് കാരണമായുള്ള തമ്പുരാനെ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ, ഭൂവിന് കാരണമായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും, ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയിൽ സ്നേഹിച്ചും ആദരിച്ചും, കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നിനച്ചും, മാതൃഭൂവിനായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ട് സ്വീകരിച്ചും, ജീവിക്കുവാനായി അനുഗ്രഹിക്കേണമേ ജീവാദിനായക സർവേശ്വര. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ, ഭൂവിന് കാരണമായുള്ള തമ്പുരാനെ. രാജലക്ഷ്മി പോയതു. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. നമ്മൾ എവിടെ വരെ? സുബിത ഒന്ന് പറയൂടാ, എന്റെ കയ്യില് ടെക്സ്റ്റ് ഇല്ല. അതാ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിണ്ടായിരുന്നില്ല മിസ്സേ, എനിക്ക് അറിയില്ല. അതെ, കുഴപ്പമില്ല. നമ്മളെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങിയതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. ഞാനിപ്പം കഴിഞ്ഞു. അത് തീർന്ന് നെക്സ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് തുടങ്ങിയായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ വീട് വരെ വന്നോണ്ട് എന്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല, അതാ. പക്ഷെ അതായിരുന്നു അത് എഡ്യൂക്കേഷൻ സൈക്കോളജി തീർന്ന നെക്സ്റ്റ് ചാപ്റ്റർ ശകലം ആയായിരുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പാർട്ട് 3-ലായിരുന്നു. അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ പറയാമോ? രണ്ടു മൂന്ന് പേര് ജോയിൻ ആയിട്ടുണ്ട്. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു, എഡ്യൂക്കേഷൻ സൈക്കോളജി തീർന്നിട്ട് ഏത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാമോ? ലിജി, അന്ന, ഒരു മിനിറ്റ്. ലിജി, സൗമ്യൊക്കെ ജോയിൻ ആയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡാണ് ഇനി എടുക്കേണ്ടത്. തീർന്നിട്ടില്ല അല്ലേ? ക്ലിനിക്കൽ കോഴ്സിന്റെ മെത്തേഡ് വരെ കംപ്ലീറ്റ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാനൊന്ന് ഷെയർ ചെയ്യാം.
സോ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമുക്ക് ഇന്റർവെൻഷൻസ് നടത്താൻ, അതായത് കുട്ടികളിൽ നമുക്ക് അനാലിസിസും ഇവാലുവേഷനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി അത് ബിഹേവിയർ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് അത് ശരിയാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ പലതും ചിലപ്പോ കോസ്റ്റ് വേണ്ടതുണ്ടാവും, എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാവും, ചിലപ്പോ എക്സ്പേർട്ടുകളെ നമ്മൾ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും, അവരെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും, അപ്പൊ അവർക്ക് പേയ്മെന്റ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന്റെ കോസ്റ്റ് കൂടും. പലപ്പോഴും ഫണ്ട് ഇല്ലാത്തതിന്റെ കാരണങ്ങൾ കൊണ്ട് ഇത് ചെയ്യാതെ സാധാരണ മെത്തേഡുകളിലേക്കൊക്കെ പോകും. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോട്ട് അനാലിസിസ് ആണ്. SWOT. സോട്ട് എന്ന് പറയുമ്പോൾ എസ് സ്ട്രെങ്ത്, W വീക്ക്നെസ്, O ഓപ്പർച്യൂണിറ്റീസ്, T ത്രെഡ്സ്, ചലഞ്ചസ് എന്നൊക്കെ പറയുന്ന പോലെ വെല്ലുവിളികൾ എന്നൊക്കെ. അപ്പൊ ഒരു കുട്ടിയെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, ഒരു കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ആ കുട്ടിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കുട്ടിയുടെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ കുട്ടിക്ക് വീക്ക്നെസ് ഉണ്ടാവും. അപ്പൊ നല്ലപോലെ ഡ്രോയിങ് അറിയാവുന്ന ഒരു കുട്ടിയാന്ന് വിചാരിക്കാം, അപ്പൊ ദാറ്റ് ഇസ് ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഡ്രോയിങ് ആയിരിക്കും. അതേസമയം ആ കുട്ടിക്ക് റൈറ്റിംഗ് സ്കില്ല് കുറവായിരിക്കും. അപ്പൊ അവന്റെ വീക്ക് പോയിന്റ് അതാണ്. അപ്പൊ ഡ്രോയിങ് അവൻ അറിയാം, പിന്നെ വീക്ക്നെസ് എന്ന് പറയുന്നത് റൈറ്റിംഗ്. ഇവന് റൈറ്റിംഗ് ഇവന്റെ ഇംപ്രൂവ് ആക്കണം യൂസിങ് ഹിസ് സ്ട്രെങ്ത് ഡ്രോയിങ് യൂസ് ചെയ്തിട്ട് ഇവന്റെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ആക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ എടുക്കുന്ന ടാസ്ക്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, അപ്പൊ അവന് മാക്സിമം ഏതൊക്കെ ആ ഒരു ഏരിയയിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം അത് നോക്കണം. ഒരു വീട്ടില് അതിനുള്ള സൗകര്യം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ത്രെഡ്സ്, അതായത് ഇവൻ ഈ ഒരു കാര്യം വീക്കായി പോകാനുള്ള ചലഞ്ചസ് ത്രെഡ്സ് എന്താന്ന് കണ്ടുപിടിച്ച് അതും ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് നോക്കണം. ഇനി പേടിയാണോ, ഏതെങ്കിലും ടീച്ചേഴ്സ് എഴുതാത്തതിന് എന്തെങ്കിലും പണിഷ്മെന്റ് നേരത്തെ കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ. അതൊക്കെ ആയിരിക്കാം മേ ബി ആ ഒരു ചലഞ്ച്. അതുകൊണ്ട് പേടിച്ചിട്ട് പിന്നെ എഴുതാത്തതാണോ, ഞാൻ എഴുതാൻ നല്ലതല്ല എന്നുള്ള ഫീൽ ഉള്ളത് കൊണ്ടാണോ, അങ്ങനെ അതൊക്കെ ആയിരിക്കും ത്രെഡ്സിൽ വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ മെത്തേഡ് പറയുമായിരുന്നു. ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് ആയിരുന്നു പറഞ്ഞത്. അപ്പൊ നമ്മളൊരു കുട്ടിയെ അനലൈസ് ചെയ്യുമ്പോൾ അതൊരു സ്റ്റഡി ആയിട്ട്, അത് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ചിലപ്പോ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴും ഇത് കറക്റ്റ് ആണെന്നില്ല. അതിന് പല സിറ്റിങ്സ് വേണ്ടി വരും, പല തവണ ചെയ്യേണ്ടതായിട്ട് വരും, ഡിപ്പെൻഡിങ് ഓൺ ദി കേസ്. അവരുടെ കുട്ടിയുടെ ഹിസ്റ്ററി, ചിലപ്പോൾ പാരന്റ്സിനെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ പാരന്റ്സിനെ ഇന്റർവ്യൂ ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെ പല കേസ്. നെക്സ്റ്റ് എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് ആണ് നെക്സ്റ്റ് വൺ. അതാരാ ഒന്ന് റീഡ് ചെയ്യാം? യെസ് പ്ലീസ്, കുറച്ച് പേരല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. യെസ്, ആരാ ഉള്ളത്? Experimental or scientific method. Experimental method is treated to be the most science and objective method for studying behavior. Hence, the investigator attempt to study the cause and effect relationship concerning human behavior by doing experiments that are objective observation under firmly controlled conditions. The main factor in this method is controlling conditions on variables. There are three types of variables: independent variable, depending variable, and intervening or controlled variable indicates for the cause and dependent variable for the effect of that cause. The other factors that influence cause and effect relationships are called intervening variables. എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നു. ഇത് കൂടുതൽ ഫാക്ട് റിലേറ്റഡ് ആണ്, മോസ്റ്റ് സയന്റിഫിക് ആണ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനായിട്ട്. ഇവിടെ ഇപ്പോ ഇത് ചെയ്യുന്ന ഒരാൾ ഇൻവെസ്റ്റിഗേറ്റർ ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ട്, കുട്ടിയുടെ ബിഹേവിയറിൽ ആ ചേഞ്ചസിന് ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതിന്റെ കോസ് ആദ്യം കണ്ടുപിടിക്കും, അതിനെ സ്റ്റഡി ചെയ്യും. ആ കോസ് കൊണ്ട് എന്താണ് എഫക്റ്റ് ഉണ്ടാകുന്നത്, കുട്ടിയുടെ റിലേഷൻഷിപ്പുകളിൽ പലതും എന്താണ് എഫക്റ്റ് ഉണ്ടാകുന്നത്, ഹ്യൂമൻ ബിഹേവിയറിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റഡി നടത്തുന്നത്, പല എക്സ്പീരിയൻസ് ചെയ്യുന്നത്.
പലപ്പോഴും കൺട്രോൾഡ് കണ്ടീഷൻസിലായിരിക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരാൾ അറിയാതെ പ്രൈവറ്റ് ആയിരിക്കും, പ്രൈവസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, കോൺഫിഡൻഷ്യൽ ആയിരിക്കും, അങ്ങനെയുള്ള ഒരു കൺട്രോൾഡ് കണ്ടീഷൻസിലായിരിക്കും. ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷൻസിലൊന്നും ഇത് ചെയ്യില്ല. കാരണം ഒരാളുടെ ബിഹേവിയറൽ ഇഷ്യൂവിനെ നമ്മൾ അനലൈസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാണ്. ഈവൻ അത് ഏത് കുട്ടിയാന്ന് പോലും മൂന്നാമതൊരാൾക്ക് അറിയാത്ത രീതിയിലുള്ള ഒരു കൺട്രോൾഡ് കണ്ടീഷൻസിലായിരിക്കും ചെയ്യുന്നത്. ഇതിനകത്ത് പല രീതിയിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകാം, ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകാം, ഇന്റർവീനിങ് ഒരു കൺട്രോൾഡ് വേരിയബിൾ ഉണ്ടാകാം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ കുട്ടിക്ക് ലൈഫിൽ ഒരു വല്ലാത്തൊരു ലോസ് സംഭവിച്ചു. അതിനുശേഷമാണ് കുട്ടിക്ക് ഈ ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നത് വിചാരിക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, കുട്ടിയുടെ അമ്മയെ നഷ്ടപ്പെട്ടു. അപ്പൊ അതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഗ്രീഫ്, ഒരു ദുഃഖാണല്ലേ ആ കുട്ടിയെ സംബന്ധിച്ച്. പിന്നീട് അവൻ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, ഷാബി ആയിട്ട് വരുന്നു, പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല, ഭക്ഷണം, അങ്ങനെ അവൻ ആകെ ഡൗൺ ആയിരിക്കും. അപ്പൊ അതാണ് അവന്റെ ഒരു പ്രശ്നം. അപ്പൊ നമുക്ക് അവിടെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അമ്മ മരിച്ചു പോയല്ലോ, അപ്പൊ അമ്മയെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അതുപോലെ തന്നെ ഒരു കെയർ ഗീവർ അവന് വേണ്ടുന്ന സപ്പോർട്ടും കരുതലും കൊടുക്കും. അപ്പൊ ഇവിടെ കുട്ടി ഇരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ടാവും ക്ലാസ്സിൽ. അപ്പൊ ആ പ്ലേസിൽ നിന്നും കുട്ടിയെ മാറ്റിയിരുത്തിയാലും കുട്ടിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ദാറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സീറ്റ് ചേഞ്ച് ചെയ്യുന്നു, കുട്ടിയെ അത് ബാധിക്കുന്നില്ല. ദാറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതേസമയം സീറ്റ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് കുട്ടിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡിപ്പെൻഡിങ് വേരിയബിൾ. അപ്പൊ നമ്മൾ ഈ കേസിൽ കുട്ടിയെ ബാധിക്കുന്നതും ബാധിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ച് അവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇന്റർവെൻഷൻ നടത്തുന്നത്. ഇന്റർവീനിങ് വേരിയബിൾ എന്നുള്ള രീതിയിൽ കൊടുക്കും. ഇനി കുട്ടിക്ക് ചിലപ്പോൾ ക്ലാസ് റൂമിൽ ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയെ മാറ്റി വേറെ ഏതെങ്കിലും സ്കൂളിൽ സൗകര്യമുള്ള രീതിയിൽ വേറെ ഒരു റൂം ഉണ്ടെങ്കിൽ കുറച്ചു കാലത്തേക്ക് ആ റൂമിലേക്ക് മാറ്റിയിട്ട് പ്രത്യേകം കുട്ടിയെ നല്ലപോലെ കെയർ ചെയ്യുന്ന രീതിയിൽ ഒരു ടീച്ചറെയോ ഷാഡോ ടീച്ചറെയോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരാളെ ഹയർ ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ കോസ്റ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു മെത്തേഡിന്റെ ഒരു ചെറിയൊരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഇത്രയും ഫണ്ട് ചെയ്യാനൊന്നും ചില സമയത്ത് ഉണ്ടാകില്ല. ഓക്കെ, ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും അതുപോലെ തന്നെ ഡിപെൻഡന്റ് വേരിയബിളും കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയുമല്ലോ. ഇന്റർവീനിങ് വേരിയബിൾ ഓർ കൺട്രോൾഡ് വേരിയബിൾ. ഈ കൺട്രോൾഡ് വേരിയബിൾ ആണ് എന്താണ് കോസിന്റെ അതിന്റെ ഇൻഡിക്കേഷൻ കൊടുക്കുന്നത്. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് കോസ് കാരണം എഫക്റ്റ്. ഇപ്പൊ കുട്ടിയുടെ അമ്മ മരിച്ചു, അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റ്, അതാണ് ഈ ഒരു ഡിപെൻഡന്റ് വേരിയബിളിൽ പറയുന്നത്. അപ്പൊ ആ എഫക്റ്റ് അങ്ങനെ ആയിരിക്കുവാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിയിൽ നമ്മൾ എന്ത് ചെയ്താലും കുട്ടിയെ വല്ലാതെ അത് ബാധിക്കും. ഓക്കെ, ഇനി നമ്മള് ഒരു മെത്തേഡ് എടുത്തിട്ട് കുട്ടിയിൽ ചേഞ്ചസ് വരുത്താനായിട്ട് നോക്കുവാണ്. ഇപ്പൊ ഒരു ഷാഡോ ടീച്ചർ വെക്കുന്നു കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ ക്ലാസ്സിലുള്ള കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടിനെ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വെക്കുന്നു. സോ ദാറ്റ് മീൻസ് they all may change. അതാണ് ഇന്റർവീനിങ് വേരിയബിൾ. അതുവഴി കുട്ടിയിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കും. അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി ആയിരിക്കാം ഇന്റർവീനിങ് വേരിയബിൾ ആയിട്ട് ചെയ്യുന്നത്. ആ ഒരു ഗ്രീഫിൽ നിന്നും കുട്ടിയെ പതുക്കെ പുറത്ത് കൊണ്ടുവന്ന് മുന്നോട്ട് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആക്ടിവിറ്റി ഇന്റർവീനിങ് വേരിയബിൾ ആകും. ആ ആക്ടിവിറ്റി വീണ്ടും ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. കാരണം കുട്ടിക്ക് ഒരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സർവേ ചെയ്തിട്ടുള്ള അല്ലേ, ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്. ഓക്കെ, അതാരാ റീഡ് ചെയ്യാ? ഞാൻ റീഡ് ചെയ്യാം മിസ്സേ. Differential or survey method. Differential method are based upon individual difference. It is sometimes called a statistical method, or for the reason that statistical techniques become the major device for studying individual difference. This method utilizes various techniques of controlling data like questionnaires,
observation, interview, use of statistics in analyzing data. ബ്രേക്ക് ആയിട്ട് മിസ് റീഡ് ചെയ്തോ? ഓക്കെ. ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആയതുപോലെ തോന്നി. സർവേ മെത്തേഡ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സർവേ നമ്മൾക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ സർവേ മെത്തേഡിൽ എന്താ നടക്കുന്നത്? നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെ? കുറെ ക്വസ്റ്റ്യനുകൾ പോലെ ഒരു 10, 20, 30 ക്വസ്റ്റ്യൻ കൊണ്ടുവരും. എന്നിട്ട് അത് ചോദിച്ച് ചിലപ്പോൾ അത് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, യെസ് അല്ലെങ്കിൽ നോ, സംടൈംസ്, നോട്ട് ഷുവർ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ചെയ്ത് സർവേ ചെയ്തിട്ടില്ലേ? സർവേ നന്നായി ചെയ്തു എല്ലാരും? തന്നില്ല? സർവേ തന്നിട്ടില്ല? ഒരു 10 പേരോട് ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞ ഹെൽത്തിനെ കുറിച്ച് അത് മാത്രമേ ചെയ്തുള്ളൂ. ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ ലെസൺ കഴിയുമ്പോൾ ഞാൻ ആ സർവേ തരാം കേട്ടോ. അത് അതായത് കുട്ടികളുടെ കെയറിങ് സയന്റിഫിക് ആണോ അല്ലേ, ഇതാണ് നമ്മൾ എടുക്കേണ്ട സർവേ. അത് പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അഡോളസൻസ്, കൗമാരക്കാരായ കുട്ടികളുടെ പാരന്റ്സിന്റെ അടുത്താണ് നമ്മൾ ഈ സർവേ ആയിട്ട് ചെല്ലുന്നത്. 32 ക്വസ്റ്റ്യൻസോളം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒമിറ്റ് ചെയ്യുകയും ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. അതിനുള്ള ഫ്രീഡം ഉണ്ട്. ഈ സർവേ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനിൽ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടുന്ന ഒരു സർവേ ആണ്. നല്ല രീതിയിൽ ചെയ്ത റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയൊന്നും വേണ്ട. വൈബയുടെ ടൈമിലാണ് അതിനെ വാല്യൂ ചെയ്യുന്നത്. ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മിനിമം ഒരു 5 പാരന്റ്സിനെ മീറ്റ് ചെയ്യുക. ഇതുപോലെ കുട്ടികള് പ്രീ സ്കൂളാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. ഈ പറയുന്ന കൗമാരക്കാരായാലും പ്രശ്നമില്ല, കാരണം അവരും കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ പാരന്റ്സിന്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനറിന്റെ ഒരു പ്രിന്റ് ഔട്ട് കൊടുത്തിട്ട് അവരോട് അത് ടിക്ക് ഇടാൻ പറഞ്ഞാൽ മതി. ഏതാണെന്ന് നോക്കിയിട്ട് ടിക്ക് ഇടാനായിട്ട് പറഞ്ഞാൽ മതി. അതിനെപ്പറ്റി പറഞ്ഞുതരാം. അപ്പൊ ഈ സർവേ മെത്തേഡിൽ നമ്മൾ ക്വസ്റ്റ്യനർ ചോദിക്കുന്നു. പിന്നെ മറ്റേത് 10 പേരെ മീറ്റ് ചെയ്തിട്ട് ഹെൽത്തിനെ കുറിച്ചും ഹെൽത്തി ആയിരിക്കാൻ എന്താണ് ചെയ്യുന്നത് അതല്ലേ, അതും ഒരു സർവേ മെത്തേഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ പിന്നെ അതിനൊരു ഡെഫിനേഷൻ എഴുതുന്ന ഒരു അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുവാണല്ലോ ചെയ്തത്. ഓക്കെ. ഡിഫറൻഷ്യൽ മെത്തേഡ് അല്ലെങ്കിൽ സർവേ മെത്തേഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ഒരു പാരന്റിനോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആകണം എന്നില്ല ചിലപ്പോൾ മറ്റേ പാരന്റ്, ചിലതൊക്കെ സിമിലർ ആകാം, അല്ലെ? പിന്നെ ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും പറയും. കാരണം നമ്മളൊരു 100 പേരുടെ, ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഒരു 10 പേരുടെ 20 പേരുടെ അങ്ങനെയൊക്കെ ആയിരിക്കും, ചെറിയ ചെറിയ സർവേ ആയിരിക്കും ചെയ്യുന്നത്. ചില സർവേകൾ കുറെ ഉണ്ടാവും, നമ്പർ ഓഫ് ആളുകളുടെ. ഇപ്പൊ ഒരു പഞ്ചായത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തോ ഹെൽത്ത് റിലേറ്റഡ് സർവേക്ക് വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, ആ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും ഈ സർവേ ചെയ്യും. അപ്പൊ 10ഉം 20ഉം ആൾക്കാരല്ല, കൂടുതൽ ആൾക്കാരുണ്ടാവുമായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഓരോരുത്തരെയായിട്ട് എടുക്കുന്നതിനേക്കാളും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തും. അതിന്റെ മീനും മോഡും ഒക്കെ കണ്ടിട്ട് പഠിച്ചിട്ടില്ലേ? അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എടുക്കാറുണ്ട്. കൊറോണ വന്ന സമയത്ത് ബാധിച്ചവർ, വാക്സിനേഷൻ എടുത്തവർ, ബാധിക്കാത്തവർ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ലിസ്റ്റ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വർഷം ക്യാൻസർ മൂലം മരണമടഞ്ഞവർ അങ്ങനെ എടുക്കാറുണ്ട്. പിന്നെ സൂയിസൈഡ് ചെയ്തവർ, അതൊക്കെ സർവേ ചെയ്യുന്നത്, അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് വെച്ചിട്ടാണ് അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മളുടെ സർവേ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് സ്റ്റഡി ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും യുണീക്കാണ്, അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ. ഇത് യൂട്ടിലൈസ് ചെയ്യുന്നു പല രീതിയിലുള്ള ടെക്നിക്സ്, കൺട്രോളിംഗ് ഡേറ്റ. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, സർവേ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യനെയേഴ്സ് ആയിരിക്കും, കുറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഒബ്സർവേഷൻ ആയിരിക്കും, ആ ഗ്രൂപ്പിനെ കുറെ സമയം ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റാസ് എടുക്കും. പിന്നെ ഇന്റർവ്യൂ പോലെ ആയിരിക്കും, ചിലപ്പോൾ 1 to 1 ഇന്റർവ്യൂ പോലെ നമ്മളിങ്ങനെ ചെന്ന് ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് അങ്ങനെയുമായിരിക്കും. അപ്പൊ ഇതിനെല്ലാം അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് അതിന്റെ ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഇതിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ മെത്തേഡ്സ് നമ്മൾ കണ്ടു. ഇപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ ഒരു കുട്ടിയുടെ ഒരു പ്രോബ്ലം കാണുമ്പോൾ ഏത് മെത്തേഡാണ് അവിടെ ഏറ്റവും സൂട്ടബിൾ എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ആ ടെക്നിക്സ് സെലക്ട് ചെയ്യാനായിട്ട്. സൂട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്സ് നമ്മൾ സെലക്ട് ചെയ്യണം, കാരണം കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ.
ഇത്രയുമാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇനി ഞാൻ ആ സർവേയുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാം. സർവേയുടെ ആ ക്വസ്റ്റ്യനെയറും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരും. വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് അയച്ചു തരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അല്ലാതെ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാൻ, അതായത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ വേർഡിൽ വരുവാണെങ്കിൽ എളുപ്പമായിരിക്കും. നല്ല റിസൾട്ടാണ് സർവേ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ സെഷനിൽ നോക്കുക, 100 മാർക്സിന്റെ ഒരു സെഷൻ വരുന്നുണ്ട്. അതില് 100 മാർക്സിന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 50 മാർക്ക് 50 മാർക്കായിട്ട്. 50 ഇതിൽ ഒരു 50 എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത അസൈൻമെന്റ്സിന് പോകും, ഒരു 50 എന്ന് പറയുന്നത് ഈ സർവേക്കാണ്. മനസ്സിലായോ? അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏതൊരു കാലഘട്ടത്തിലും ഇമ്പോർട്ടന്റ് ആണ്. ചെയ്യേണ്ടത് മിനിമം 5 പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ഈ ഒരു ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പേജ് ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഈ 5 പാരന്റ്സിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ച് ചോദിക്കുകയോ എങ്ങനെയാണോ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഈ സർവേ ചെയ്യാം കേട്ടോ. മിസ് ഒന്നും കേൾക്കുന്നില്ല. മ്യൂട്ടായി പോയായിരുന്നു. ഇതല്ല കേട്ടോ, സർവേയുടെ വേറെ ഒരു ഉണ്ട്. ഞാനത് എടുക്കട്ടെ കേട്ടോ. മാറി സർവേയുടെ ടോപ്പിക് ഇതാണ്. നമ്മുടെ വീടുകളിലെ ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ, കുട്ടികളെ സയന്റിഫിക് ആയിട്ടാണോ പാരന്റ്സ് നോക്കുന്നതെന്നുള്ളതാണ് സർവേയുടെ ടോപ്പിക്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വീടുകൾ വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫോൺ ചെയ്യാനോ പറ്റുന്നെങ്കിൽ അത് പ്രീ സ്കൂൾ സ്റ്റുഡൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് നോക്കണ്ട. ഏത് ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും നമ്മുടെ നൈബർഹുഡോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അവരുടെ ചിലപ്പോൾ പാരന്റ്സ് തന്നെയായിരിക്കും നോക്കുന്നത്, ചില വീടുകളിൽ പാരന്റ്സ് ഉണ്ടാവില്ല, ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും നോക്കുന്നത്. അപ്പൊ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കളക്ട് ചെയ്യാം. പിന്നെ എപ്പോഴും നോക്കുക, ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ, മീൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കുട്ടികളാണെങ്കിൽ നമുക്ക് ഡേറ്റ അതിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, പാരന്റ്സ് 2 പേരും വർക്കിംഗ് ആയ വീടുകളിലെ കുട്ടി ഒരു പക്ഷേ ഗ്രാൻഡ് പാരന്റ്സിന്റെ കെയറിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മെയ്ഡ് ആയിരിക്കും കുട്ടിയെ നോക്കുന്നത്, അല്ലെങ്കിൽ ഡേ കെയറിലായിരിക്കും. അപ്പൊ അത് നോക്കും. പിന്നെ പാരന്റ്സിൽ അച്ഛൻ മാത്രം വർക്ക് ചെയ്യുന്നു, അമ്മയുണ്ട് വീട്ടിൽ, അമ്മ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, അങ്ങനത്തെ ഒരു കേസ് കൊടുക്കാം. പിന്നെ ഫിനാൻഷ്യൽ ആ ഒരു ഇത്,
ഒരു ആവറേജ് ഫാമിലി, കുറച്ച് റിച്ച് ഫാമിലി, ജസ്റ്റ് ബിലോ അങ്ങനത്തെ രീതിയിൽ പല സോഷ്യൽ ലെവൽസിൽ നിന്നും ഉള്ളത് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു അത് കിട്ടും. ഓരോ ലെവൽസിൽ ജീവിക്കുന്ന ആൾക്കാർ കുട്ടികളെ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും. പിന്നെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം പറയാം. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാമ്പിൾ ഫോർമാറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ഒന്നാമത്തെ ആള് വേണമെങ്കിൽ അതിൽ അവിടെ കുട്ടിയുടെ പാരന്റ്സിന്റെ പേര് എഴുതാം. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട് ABC എന്നോ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുത്താൽ മതി. നമുക്ക് പേരിലൊന്നും കാര്യമില്ല. നമുക്ക് ഓരോരോ ഫാമിലി ലെവലിലെ കുട്ടികളെ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഈസ് ദ ചൈൽഡ് ഗിവൺ ഫുഡ് വിത്ത് ഇനഫ് പ്രോട്ടീൻ? നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണം തന്നെയാണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്? പിന്നെ ശരിയായ ഒരു എന്താ പറയുക ഇൻഫർമേഷൻ എല്ലായിടത്തുനിന്നും കിട്ടണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പാരന്റ്സ് ആൻസർ പറയാം, അതും ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ച് വേണം നമ്മൾ ഈ സർവേ ചെയ്യാനായിട്ട് പോകുന്നത്. കുട്ടിക്ക് നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. യെസ്, നോ, സംടൈംസ്, നോട്ട് ഷുവർ എന്നുള്ള രീതിയിൽ. അപ്പൊ അച്ഛനാണ് സംസാരിക്കുന്നതെങ്കിൽ അച്ഛൻ ചിലപ്പോൾ കറക്റ്റ് അറിയണ്ടാവില്ലായിരിക്കും കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ. മെയ്ഡാണ് കുട്ടിയെ നോക്കുന്നതെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഉറപ്പില്ലല്ലോ. സോ നോട്ട് ഷുവർ എന്നൊക്കെ ചിലർ ആൻസർ പറയായിരിക്കും. പിന്നെ ചിലർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണല്ലോ, അപ്പൊ അത് അവർ പറയുന്ന ഞങ്ങൾ പറയാം, നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറയും. അതിനനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഈസ് ദ ചൈൽഡ് ഗിവൺ പ്രൊട്ടക്റ്റീവ് വാക്സിനേഷൻ? വാക്സിനേഷൻ എടുക്കുന്നുണ്ടോ കുട്ടികൾക്ക്? ചിലർ എടുക്കാറില്ല, അത് ആൻസർ കിട്ടും. ഇനഫ് പ്ലേയിങ് ടോയ്സ്? കുട്ടിക്ക് ആവശ്യത്തിനുള്ള കളിപ്പാട്ടങ്ങൾ ടോയ്സ് കൊടുക്കാറുണ്ടോ? പിന്നെ ആർ ദേ പെർമിറ്റഡ് ടു പ്ലേ വിത്ത് നൈബേഴ്സ് ചിൽഡ്രൻ? അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് പെർമിഷൻ കൊടുക്കാറുണ്ടോ? പിന്നെ കുട്ടികളെ ഔട്ടിങ്ങിന് പോകുമ്പോ കൊണ്ടുപോകാറുണ്ടോ? പിന്നെ കുട്ടി നല്ല രീതിയിലാണോ, ഗുഡ് മാനേഴ്സിലാണോ ബിഹേവ് ചെയ്യുന്നത് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ? ചില കുട്ടികളെ പറ്റി പാരന്റ്സ് പറയുന്നേക്കാം, വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴേക്കും അതുവരെ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് കാണിക്കും, ഒരു അറ്റൻഷൻ സീക്കിംഗ് പോലത്തെ രീതിയൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. പിന്നെ കുട്ടി അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ? ഫ്രണ്ട്സുമായിട്ടോ വീട്ടിലോ ഒക്കെ സംസാരിക്കുമ്പോൾ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ? പിന്നെ കുട്ടിക്ക് ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടോ? പിന്നെ കുട്ടിയുടെ ടീച്ചർ കുട്ടിയെ പറ്റി എന്ത് ഒപ്പീനിയൻ ആണ് പറയുന്നത്? ഗുഡ് ആണോ, ഗുഡ് ഒപ്പീനിയൻ ആണോ പറയുന്നത്? ഓക്കെ, ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്, യെസ് ഓർ നോ ആ ഒരു രീതിയിൽ. കുട്ടി സിബ്ലിങ്സുമായിട്ട്, ചേച്ചി ചേട്ടൻ അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെയുമായിട്ട് വഴക്ക് കൂടാറുണ്ടോ? കുട്ടി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഹൗസ് ഹാപ്പി ആണോ? കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ട്രെയിൻഡ് വണ്ണാണോ, ട്രെയിനിങ് കിട്ടിയ ഒരു ടീച്ചർ തന്നെയാണോ? പിന്നെ കുട്ടിക്ക് വീടിനകത്ത് ശരിയായ രീതിയിലുള്ള റെസ്റ്റും എന്റർടൈൻമെന്റും പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? പിന്നെ സ്കൂൾ അഡ്മിഷൻ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? ചിലടത്ത് ഏജ് പറയും, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ നടത്തും, അല്ലെ ഒരു എൻട്രൻസ് എക്സാം പോലെ എന്തെങ്കിലും ക്രൈറ്റീരിയ സ്കൂൾ അഡ്മിഷൻ സമയത്ത് ഉണ്ടായിരുന്നോ? പിന്നെ സ്കൂളിലെ ആക്ടിവിറ്റീസിൽ പാരന്റ്സ് അല്ലെങ്കിൽ ഗാർഡിയൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? പാരന്റ്സ് പങ്കെടുക്കേണ്ടതായിട്ടുള്ള ചില ഇവന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ എന്ന്. പിന്നെ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ടേസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ടോ? അതായത് ഒരു ഉടുപ്പ് വാങ്ങാൻ പോകുമ്പോ അല്ലെങ്കിൽ ഒരു ടോയ് വാങ്ങാൻ പോകുമ്പോ കുട്ടി എന്തെങ്കിലും ഒരു താല്പര്യം പറയുവാണെങ്കിൽ അത് കൺസിഡർ ചെയ്യാറുണ്ടോ? പിന്നെ കുട്ടിയുടെ ബിഹേവിയറെ പറ്റി നമ്മളോട് കുട്ടിയുടെ ടീച്ചർ ഡിസ്കസ് ചെയ്യാറുണ്ടോ? പിന്നെ ഒരു കുട്ടിയുടെ നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ ഡീഡ്സ് പ്രവൃത്തികൾ നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ടോ? സ്കൂൾ എഡ്യൂക്കേഷണൽ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത്? കുട്ടി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളിലുള്ളതിൽ പങ്കെടുക്കാറുണ്ടോ? പിന്നെ ക്രിയേറ്റീവ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളതില് സ്കൂൾ എന്തെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടോ? ക്രിയേറ്റീവ് ആക്ടിവിറ്റി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും മെത്തേഡ് സ്കൂള് ഫോളോ ചെയ്യുന്നുണ്ടോ? പിന്നെ ഒരു ഡെയിലി റൊട്ടീൻ, ഒരു ടൈം ടേബിൾ ഉണ്ടോ കുട്ടിക്ക്? പിന്നെ കുട്ടിയുടെ കൂടെ ഇരുന്ന് TV കാണാറുണ്ടോ? പിന്നെ വീട്ടിലൊരു വടിയുണ്ടോ? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളിൽ ഉണ്ടാവാറുണ്ടോ?
പിന്നെ എന്തെങ്കിലും അസൈൻമെന്റ്, ഹോം അസൈൻമെന്റ്സ്, ഹോംവർക്ക് പോലെ കൊടുക്കാറുണ്ടോ? പിന്നെ അങ്ങനെയുള്ള ഹോംവർക്കുകൾ, ഹോം അസൈൻമെന്റ് ചെയ്യുന്നതിൽ നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? കുട്ടിയെ നമ്മൾ അടിക്കുകയോ ഫിസിക്കലായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള പണിഷ്മെന്റ് ചെയ്യാറുണ്ടോ? കുട്ടിയെ മറ്റ് കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ തന്നെ സിബ്ലിങ്സുമായിട്ടോ കമ്പയർ ചെയ്യാറുണ്ടോ? ഈ ഒരു കമ്പാരിസൺ കുട്ടിയുടെ മുന്നിൽ വെച്ച് ചെയ്യാറുണ്ടോ, പറയാറുണ്ടോ? പിന്നെ ടീച്ചർ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ആരെങ്കിലും കുട്ടിയെ ഫിസിക്കലി മെന്റലി പണിഷ് ചെയ്യാറുണ്ടോ? പിന്നെ ടീച്ചറോട് കുട്ടിക്ക് അതുപോലുള്ള പണിഷ്മെന്റ് കൊടുക്കണം എന്ന് നമ്മൾ പറയാറുണ്ടോ എന്ന് ചില പാരന്റ്സ് അങ്ങനെയല്ലേ, നല്ലപോലെ അടിച്ചോ മിസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ പറയാറുണ്ടോ, കുട്ടികളെ പാരന്റ്സ് പറയാറുണ്ടോ? പിന്നെ മൊബൈൽ ഫോൺ പഠനത്തിനുള്ള സ്റ്റഡി പർപ്പസിനല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കാറുണ്ടോ? പിന്നെ കുട്ടിക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടോ, മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കുട്ടിയുടെ ഒപ്പീനിയൻ, ടേസ്റ്റ്, ഇൻട്രസ്റ്റ്, എന്തെങ്കിലും ഒരു ഡിസിഷൻ ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ പറ്റി, ഒരു ഹയർ സ്റ്റഡീസിന് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയർ സെറ്റ് ചെയ്യാനുള്ള ഒരു കോഴ്സിന് പോകുന്നതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളുടെ ഒപ്പീനിയനും അഭിപ്രായവും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ ഫ്യൂച്ചറിൽ കൺസിഡർ ചെയ്യുമോ എന്ന് പാരന്റ്സിനോടൊന്ന് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയും ഒരു 35 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിത് നോക്കിയിട്ട് ഇത് പോരാ, ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് മാറ്റുകയും ചെയ്യാം, ഒമിറ്റ് ചെയ്യുകയും ചെയ്യാം. മനസ്സിലായോ സർവേ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? സർവേ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ മിനിമം 5 പാരന്റ്സ് ആണ്, മാക്സിമം എത്ര പാരന്റ്സ് ആയാലും കുഴപ്പമില്ല. അവരെ പോയി മീറ്റ് ചെയ്ത് ഡേറ്റാസ് കളക്ട് ചെയ്യണം. പ്രിന്റ് എടുക്കുമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാജലക്ഷ്മി? എഴുതാനാണോ? നോർമൽ പേപ്പറിൽ വരച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? നോർമൽ പേപ്പറിൽ വെച്ചിട്ട് കോളം വരയ്ക്കണം. എന്നാലും മതി, കുഴപ്പമില്ല. സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ ഒരു പേപ്പർ പ്രിന്റ് എടുത്തിട്ട് ബാക്കി ഫോട്ടോസ്റ്റാറ്റ് എടുത്താലും മതിയല്ലോ. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം സമയവും നോക്കിയിട്ട് ചെയ്യാം. പക്ഷെ റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമാണ് ആ മാർക്ക് അവിടെ വരുള്ളൂ. ഇത് സബ്മിറ്റ് ചെയ്യേണ്ട. വൈവയുടെ സമയത്ത് ഇത് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറയണം. എന്താണ് നിങ്ങൾ ഈ സർവേ ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ സർവേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ വീടുകളിലും പാരന്റ്സ് കുട്ടികളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അവരെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ, പണിഷ് ചെയ്യുന്നുണ്ടോ, അവർക്ക് ശരിയായിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് വഴക്ക് പറയുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, കുട്ടികളുടെ രീതികൾ എങ്ങനെയാണ്, അവര് മൊബൈലിന് കുറെ സമയം മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഞാൻ പേപ്പറിലാണ് ചെയ്തത്. നിങ്ങൾക്കത് കാരണം അത്രയ്ക്കേ ഉള്ളൂ. നോട്ട്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും പേജ് ബാക്കി വരും. അപ്പൊ നമുക്കിതൊരു റിപ്പോർട്ടാണല്ലോ, ഒറ്റ ഒരു ഇതായിട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഈ റിപ്പോർട്ടിന് ഒരു ഫസ്റ്റ് പേജ് വേണം. ഫസ്റ്റ് പേജില് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതണം. സർവേ ആൻഡ് പ്രോജക്ട് എഴുതിയിട്ട് ബ്രാക്കറ്റില് മിനി റിസർച്ച്. ഒരു പേജ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പേജ് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ സർവേ ആൻഡ് പ്രോജക്ട് എന്ന് എഴുതി ബ്രാക്കറ്റിലെ മിനി റിസർച്ച് എന്ന് എഴുതി താഴെ സബ്മിറ്റഡ് ബൈ പേരും എഴുതാം, ബാച്ചും എഴുതാം. ഓക്കെ, ഫസ്റ്റ് പേജ് ഫ്രണ്ട് ഷീറ്റ് നമ്മൾ പറയില്ലേ, കുറെ കൂടെ ഒക്കെ ഭംഗിയാക്കാം, ഡിസൈൻ ചെയ്യാം. സെക്കൻഡ് പേജില് നമ്മൾ എഴുതുന്നത് പ്രിഫൈസ് ആണ്. നമ്മൾ ആമുഖം എന്നൊക്കെ പറയില്ലേ, ഒരു റൈറ്റർ ഒരു ബുക്ക് എഴുതുമ്പോഴേക്കും ഒരു ആമുഖം എഴുതും അല്ലെ. എന്തിനാണ് ഈ ഒരു ബുക്ക് എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്ന പോലെയാണ് പ്രിഫൈസ്. അപ്പൊ നമ്മളും ഇങ്ങനെ ഒരു സർവേ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ പ്രിഫൈസ് എഴുതണം. ഞാൻ എഴുതിയിരിക്കുന്നത് as time passes, the method for adapting child care in home is different. In earlier days, the method was different compared to nowadays. It is different according to each person's also.
In this survey, different aspects and different views can be seen. Within certain limitation, the child could enjoy his or their freedom. എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പ്രിഫേസ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത പേജിൽ നമുക്ക് ഇൻഡെക്സ് പേജ് ആണ്. അതായത് നമ്മൾ ഇൻഡെക്സ് പേജ് ചെയ്തിട്ട് കണ്ടന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് പേജ് മാറിയിട്ടുണ്ട്. Okay. ഇവിടെ നമ്മൾ കണ്ടന്റ്സ് ആയിട്ട് പേജ് ചെയ്തില്ലേ, ഇതുപോലെ. അതായത് നെക്സ്റ്റ് പേജിലേക്ക് എന്തൊക്കെ വരണം അതാണ് നമ്മൾ ഇൻഡെക്സ് പേജ് അല്ലെങ്കിൽ കണ്ടന്റ്സിൽ എഴുതുന്നത്. 1, 2, 3 നമ്പർ ഇട്ടിട്ട് ഇൻഡെക്സ് പേജ് അല്ലെങ്കിൽ കണ്ടന്റ്സ് എന്നുള്ളത് എഴുതും. എന്നിട്ട് അതിലെ ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതണം. The purpose of this project is to find out the different child care method in different levels of the social life of the human being. By analyzing each one's lifestyle and their approach to their children, we can find out the different child care methods. By doing a research through the collected data, certain scientific method can be suggested. ഇതാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതിയത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് എയിം ഓഫ് ദ പ്രോജക്ട്. എയിം ഓഫ് ദ പ്രോജക്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നെ. ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ചൈൽഡ് കെയർ ഇൻ അവർ ഹോംസ് സയന്റിഫിക്. അത്രയും മതി എയിം ഓഫ് ദ പ്രോജക്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, എയിം ഓഫ് ദ പ്രോജക്ട് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് മെത്തേഡ്. അതായത് ഈ പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തത്. ചിലര് വീട്ടിൽ നേരിട്ട് ചെന്നിട്ടായിരിക്കും ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അതായത് ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്ത മെത്തേഡ്. ചില ആളുകള് ഫോണിലൂടെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലെ, ഞാൻ ചെയ്ത കാര്യം, ഐ ഹാഡ് വിസിറ്റഡ് 3 homes ഇൻ മൈ നൈബർഹുഡ്. എന്റെ തൊട്ട് അടുത്തുള്ള 3 വീടുകള് വിസിറ്റ് ചെയ്തു. പിന്നെ 2 വീടുകള് ഫ്രണ്ട്സിന്റെയാണ് വിസിറ്റ് ചെയ്തത്. അങ്ങനെ ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ അങ്ങനെ അവരെ വിസിറ്റ് ചെയ്തിട്ടാണ് കളക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡ് കഴിഞ്ഞു കഴിഞ്ഞാല് ഡേറ്റ കളക്ഷൻ. അതായത് കളക്ട് ചെയ്ത 5 പേരുടെ ആണെങ്കിൽ 5 പേരുടെ ഈ ക്വസ്റ്റ്യൻ വരുന്ന ഷീറ്റ് ഫില്ല് ചെയ്തത് നമ്മൾ വെക്കണം. അതാണ് ഡേറ്റ കളക്ഷനിൽ വെക്കേണ്ടത്. നെക്സ്റ്റ് വൺ. അപ്പൊ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്യും അല്ലെ. അപ്പൊ അനാലിസിസ്, ആ കിട്ടിയ ഡേറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യും. In this survey, one thing should notice that 90% of the parents are willing to support child's needs and desire. But 10 ഞാനത് പെർസെന്റേജിലേക്ക് മാറ്റി. 5 പേരിൽ എനിക്ക് ഒരാളാണ് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞത്, കുട്ടികളെ നമ്മൾ തല്ലി വളർത്തണം, അവർക്ക് പണിഷ്മെന്റ് കൊടുക്കണം, അവരുടെ ഇഷ്ടങ്ങൾക്കൊട്ടും താല്പര്യം കൊടുക്കരുത്, അങ്ങനെ ചെയ്താൽ അവർ സ്പോയിലായി പോവും. അതുകൊണ്ട് നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് അവരെ വളർത്തണം എന്ന് പറഞ്ഞ ഒരാള് മാത്രമേ പറഞ്ഞുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ അതിനെ പെർസെന്റേജിലേക്ക് ആക്കി. 90% ആൾക്കാര് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. 10% ഓഫ് പാരന്റ്സ് ആർ നോട്ട് ready to accept that. They are telling that if it is given to child's like and give them that freedom, then his future may be spoiled. അങ്ങനെ ചെയ്ത അവർ ഭയങ്കര കുരുത്തക്കെട്ടവരായി മാറും, സ്പോയിലായി പോകും അവരുടെ ലൈഫ് എന്നാണ് പറയുന്നത്. Some are expressing their feelings that they had some experiences in their childhood. ചില പാരന്റ്സ് പറയുന്നത്, എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇങ്ങനെയായിരുന്നു, സോ എനിക്ക് കുട്ടികളെ ഞാൻ അത്രയും കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. ചില പാരന്റ്സ് അതുപോലെ പറയും, എന്റെ പാരന്റ്സ് എന്നെ അല്ലാതെ പണിഷ്മെന്റ് ചെയ്ത് വളർത്തിയത് കൊണ്ട് ഞാൻ കുട്ടികളെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന് അങ്ങനെ പറയുന്നവരുണ്ട്. തിരിച്ചു പറയുന്നവരുണ്ട്, എന്റെ പാരന്റ്സ് അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ നിലയിലെത്തി,
അതുകൊണ്ട് ഞാനും എന്റെ കുട്ടികളോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്തു. അപ്പൊ കിട്ടിയ ഡേറ്റ വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ നമുക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ ഈ ടോപ്പിക്കിനെ കുറിച്ച്. അടുത്തത് ഒപ്പീനിയൻ. അതിലാണ് നമ്മൾ എന്താണ്, നമുക്ക് എന്താണ് പറയാനുള്ളത് അത് നമ്മൾ പറയുന്നത്. ഫ്രീഡം ഞാൻ രീതിയിൽ പറയാം. ഫ്രീഡം ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്. സോ ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഷുഡ് ഗീവ് ദി ഫ്രീഡം, ബട്ട് വിത്തിൻ സം ലിമിറ്റേഷൻസ്. Parents should be there always for supporting, encouraging and guiding them so that the environment should be comfortable for the kids. അതാണ് എന്റെ ഒപ്പീനിയൻ ആയിട്ട് ഞാൻ എഴുതിയത്. ഇനി നമ്മൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞെന്തോ, ഈ ഒരു ഷീറ്റ് നമ്മൾ കോപ്പി എടുക്കോ വരച്ചോ എഴുതിയോ ഉണ്ടാക്കിയിട്ട് മിനിമം ഒരു 5 പാരന്റ്സ്, മാക്സിമം എത്ര വേണമെങ്കിലും ആകാം, ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിലാണെങ്കിൽ അത്രയും നല്ലത്, അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഫില്ല് ചെയ്യോ ഫോൺ ചെയ്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഫില്ല് ചെയ്യോ ഒക്കെ ചെയ്യുക. ഇനി റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കതിന് ഒരു ഫ്രണ്ട് ഷീറ്റ് വേണം. ഫ്രണ്ട് ഷീറ്റിൽ നിങ്ങൾക്ക് ഇത് എഴുതാം, സർവേ ആൻഡ് പ്രോജക്ട് ബ്രാക്കറ്റിലെ മിനി റിസർച്ച് എന്നോ എന്തെങ്കിലും എഴുതാം. എന്നിട്ട് സബ്മിറ്റഡ് ബൈ നമ്മുടെ പേര് കൊടുക്കാം. അടുത്ത പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഷീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ആമുഖം, പ്രിഫൈസ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സർവേ ചെയ്യാനുണ്ടായ കാരണം, അതിന്റെ ലക്ഷ്യം എന്താണ് എയിം ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് പ്രിഫൈസ് എഴുതാം. പ്രിഫൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ്സ് എഴുതാം. ഇൻഡെക്സ് പേജിൽ അടുത്ത ഓരോരോ പേജിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത് 1, 2, 3 എന്ന് ഓർഡർ ഇട്ട് നമുക്ക് എഴുതാം. ഒന്നാമത്തെ ആയിട്ട് ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി. രണ്ടാമത്തത് എയിം ഓഫ് ദ പ്രോജക്ട്, ആ പ്രോജക്റ്റിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇൻട്രൊഡക്ഷനകത്ത് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും കുട്ടികൾ അങ്ങനെ നോക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചിലർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാം. കണ്ടന്റ്സും കഴിഞ്ഞു. കണ്ടന്റ്സിലെ ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പിന്നെ എന്തായിരുന്നു സെക്കൻഡ് വൺ പറഞ്ഞത്, എയിം ഓഫ് ദ പ്രോജക്ട്. അത് കഴിഞ്ഞിട്ട് മെത്തേഡ്, എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കളക്ട് ചെയ്ത ഡേറ്റ, ആ പ്രിന്റ് ഔട്ട്സ് അല്ലെങ്കിൽ ആ കോപ്പികൾ 5 പേരുടെയാണ് 5 പേരുടെയും വെക്കുക ഡേറ്റ കളക്ഷൻ എന്നുള്ള ഭാഗത്ത്. പിന്നെ കിട്ടിയ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുമല്ലോ, കീറി മുറിച്ച് പരിശോധിക്കും. സോ അനാലിസിസ് അത് എഴുതി. അപ്പൊ തന്നെ നമ്മൾ ചെയ്ത സർവേക്ക് പോയ ആളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഒപ്പീനിയൻ. അത് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് സപ്പോർട്ട് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. അതായത് ഏതെങ്കിലും ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നമുക്ക് അവിടെ അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതാണ് നമ്മൾ അവിടെ എഴുതി വെക്കുന്നത്. നമ്മൾ നോക്കിയ എല്ലാ പാരന്റ്സും നല്ല രീതിയിലാണ് കുട്ടികളെ നോക്കുന്നെങ്കിൽ all the parents are doing their duties very well towards the kids, so there is no need of any progressive works എന്ന് പറഞ്ഞിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. അതേസമയം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ലാസ്റ്റ് കൺക്ലൂഷൻ കഴിഞ്ഞല്ലോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഫറൻസ് എന്ന രീതിയിൽ അത് എഴുതാം. അതപ്പോ കണ്ടന്റ്സിന്റെ ഇൻഡെക്സ് പേജിൽ വരണേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒരു ഡൗട്ട് ചോദിക്കാമോന്നറിയില്ല. എന്നാലും ഇപ്പൊ തല്ലാണ്ടൊക്കെ വളർത്തും നമ്മള്, എന്തെങ്കിലും കാര്യത്തിലൊക്കെ നമ്മൾ തല്ലൂല്ലേ? ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ വാൺ ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാൺ ചെയ്യും. അത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്യും. 2-3 ചാൻസ് കൊടുക്കും. 4ാമത്തെ പ്രാവശ്യം പിന്നെയും മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കും. ഇപ്പൊ ഞാനിപ്പോ എവിടെയാണെങ്കിലും അങ്ങനെ ഒരുപാട് തല്ലാൻ പറ്റില്ല. ഒരുപാട് തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെല്ലാം ഒരിത് മാറിപ്പോവും. പിന്നെ കുറച്ചും കൂടെ വലിയ പിള്ളേരെ തല്ലാനേ പറ്റില്ല. എന്നാലും ചെറിയ കുട്ടികള്, ചെറിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറുതല്ല, നമ്മൾ തെറ്റ് ചെയ്തു അപ്പൊ നമ്മൾ അവർ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെയും ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം വാൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്തായാലും പിന്നെയും ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊരു പനിഷ്മെന്റ് കൊടുക്കില്ലേ? അതിപ്പോ എല്ലാവരും കൊടുക്കൂലേ? അപ്പൊ അതെങ്ങനെ വരും? ഈ ഇത് വരുമ്പോ എങ്ങനെ എഴുതേണ്ട വരും? യെസ് ഉണ്ട്, നോ ഉണ്ട്, സംടൈംസ് ഉണ്ട്. അപ്പൊ എല്ലാരുണ്ടോ? സംടൈംസ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് അവരോട് അത് ചെയ്യരുതെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ അവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അവരോട് ഫില്ല് ചെയ്യാനേ പറയുന്നുള്ളൂ. അപ്പൊ അവര് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ഓർ നോ. ചിലപ്പോഴാണെങ്കിൽ സംടൈംസ് അവരെല്ലാം നോക്കണേ അവരുടെ കയ്യിലല്ലെങ്കിൽ നോട്ട് ഷുവർ.
പിന്നെ സ്കൂളിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടുന്നുണ്ടോ നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമുക്ക് അറിയില്ല അല്ലെ, നോട്ട് ഷുവർ, അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് ഉറപ്പാണെങ്കിൽ നോ. അല്ലാതെ എന്താ പറയാ രാജേശ്വരിയാണോ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ ഏതൊരു ബാച്ച്, 3rd ബാച്ചിലാന്ന് തോന്നുന്നു, വൈവ ചെയ്യാൻ നേരത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, സർവേ ചെയ്തിരുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു സർവേ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ സർവേ ചെയ്തപ്പോ എന്താണ് അനലൈസ് ചെയ്തത്, എന്താണ് മനസ്സിലാക്കിയതെന്നൊന്ന് പറയാമെന്ന് ചോദിച്ചപ്പോ എന്നോട് ആദ്യം പറഞ്ഞതെന്ന് അറിയോ, മിസ് എന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എന്റെ മക്കളെ തല്ലി തന്നെ വളർത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ചു. നല്ല അടി കൊടുത്താലാണ് പിള്ളേര് ശരിയാവുള്ളൂ. എനിക്ക് നല്ല അടി കിട്ടി, അതുകൊണ്ട് ഞാൻ വളരെ അച്ചടക്കത്തോടു കൂടിയാണ് ജീവിച്ചത്. അതുകൊണ്ട് ഞാനും എന്റെ മക്കൾക്ക് നല്ല അടി കൊടുത്തു, അപ്പോഴാണ് അവരും എന്നെ പോലെ അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാനത് പിന്നെ എത്തിരി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഒരു പണിഷ്മെന്റ് വരുമ്പോ കുട്ടിയുടെ ഉള്ളിൽ അതൊരു ഇംപ്രഷൻ ആയിട്ട് കിടക്കും. ലൈക്ക് അല്ലെങ്കിൽ നമ്മള് പണിഷ്മെന്റ് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് ഓരോ ഏജിലും അല്ലെ, അതനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. ചിലര് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അവരുടെ ആ ഒരു സമനില തെറ്റിയ രീതിയിൽ കുട്ടികളെ പണിഷ് ചെയ്യുന്നതായിട്ട് കാണാം. കൈ കിട്ടുന്നതൊക്കെ എടുത്തിട്ട് പണിഷ്മെന്റ് കൊടുക്കുന്നതായിട്ട് കാണാം. കുഞ്ഞു വല്ലാതെ പേടിച്ചു. ചിലപ്പോൾ ചെറിയൊരു കുട്ടിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പണിഷ്മെന്റ് ആവണം എന്നില്ലല്ലോ അത്. വല്ലാതെ പേടിച്ചു. അതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. കിട്ടി 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 അതിനൊരു ഇതും ഇല്ലാണ്ടായി പോകും. അങ്ങനത്തെ അവസ്ഥയിലേക്കൊക്കെ പോകും. ബട്ട് നമ്മൾ നല്ലൊരു വാർണിംഗ്, നല്ലൊരു രീതിയിലൊരു പണിഷ്മെന്റ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റ് എന്നുള്ളത്, അവൻ മിസ്റ്റേക്ക് ചെയ്തു, അത് കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊരു പണിഷ്മെന്റ്, അതായത് യു ആർ നോട്ട് ഗുഡ് ഫോർ ദിസ് എന്നുള്ളൊരു ഫീല് അങ്ങനെ വരാതിരിക്കുന്ന രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. നമുക്ക് ഗുഡ് ഈവിൾ ഉണ്ടാകും, അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുകയല്ല, അതപ്പോ തന്നെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം, അത് അവരെ അതിൽ നിന്നും മാറ്റണം, തിരുത്തണം. അത് ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് ആ ഒരു ബോധം ഉണ്ടാകും. ആ രീതിയിൽ അവർ ഡീൽ ചെയ്യണമെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. സർവേ ഇത്രയാണ്. നമ്മൾ അവരുടെ പാരന്റ്സിന് ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നു. പിന്നെ എവിടെയെങ്കിലും നമ്മൾക്ക് ഇന്റർവെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ ഈ പോയ 5 പേരിൽ ഒരാൾ മാത്രമാണ് വളരെ ഗീസ്റ്റ് ആയിട്ട് പറഞ്ഞത്. അതെന്റെ ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നഴ്സറി തുടങ്ങി 10th വരെ 12 years ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരുമിച്ചാണ് സ്കൂളിൽ പോകണമെന്ന് വരുന്നതൊക്കെ. അത്രയും ക്ലോസ് ആണ് ഞാൻ അവളുമായിട്ട്. അപ്പൊ 3 മക്കളുണ്ട്, 2 ആൺമക്കളും ഒരു മോളും. നല്ല പോലെ കുട്ടികളെ അടിക്കും, കയ്യില് കിട്ടുന്നെടുത്തിട്ട് അടി കൊടുക്കുമായിരുന്നു കുട്ടികളെ. ഞാൻ ഈ സർവേ ചെയ്യുന്ന സമയത്ത് അവളുടെ 3ാമത്തെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വളരെ ചെറുതാ. അപ്പൊ ചെന്നപ്പോ ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു കാരണം അവൾക്ക് അവളുടെ ചെറുപ്പത്തില് പാരന്റ്സിന്റെ അടുത്തുനിന്നും ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തുനിന്നും ഭയങ്കരമായിട്ടുള്ള പണിഷ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവളുടെ മുത്തശ്ശി അവളെ ചട്ടുക വെച്ച് പൊള്ളിക്കുക, പിന്നെ ഈ കൈ അങ്ങനെ ഇടിക്കുക, മറ്റേ അത് വെച്ചിട്ട് ഇടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ കയ്യിലും ഈ കാലിലാണ് പൊള്ളിച്ചത്. ആ 2 പാടും ഇപ്പോഴും അവളുടെ ദേഹത്തൊക്കെ. അതൊക്കെ അന്ന് അവളുടെ മുത്തശ്ശി ചെയ്തതിന് ഞാൻ കരയുക ചെയ്യണ്ടായത്. എനിക്ക് അത്രയ്ക്ക് വിഷമം വന്നു. നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തല്ലേ, നമ്മൾക്കും ചെറുതാണല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ ഒത്തിരി പണിഷ്മെന്റ് കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് അവള്. പാരന്റ്സ് അത്രയും ചെയ്തില്ലെങ്കിലും ഇവളുടെ ഗ്രാൻഡ് പാരന്റ്സ് അവളോട് വളരെ ഇതായിട്ടായിരുന്നു പെരുമാറിയത്. ഈ കുട്ടിയോട് മാത്രം. ഇവിടെ താഴെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരോട് ചെയ്തില്ല. കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞാണ് ഇവളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഇവളെ കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഒന്നൊന്നും നമുക്കതൊന്നും ചോദ്യം ചെയ്യാനുള്ളത് അറിയില്ലല്ലോ, നമ്മളും ചെറുതല്ല. അപ്പൊ എനിക്കിതൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ ഇത് ഇവിടെ ചെന്നപ്പോഴേക്കും ഇവളിങ്ങനെ പറയുവാണ് എന്നോട്, മക്കളെ നമ്മൾ അടിച്ചു തന്നെ വളർത്തണം, അല്ലെങ്കിൽ നിങ്ങളൊക്കെ സ്പോയിലായി പോകും, നിങ്ങളൊക്കെ നശിച്ചു പോകും, എന്നെ അങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പതുക്കെ ഇവളൊന്ന് കാമായപ്പോഴോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ പഴയ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വന്നപ്പോഴേക്ക് നല്ല മാറ്റം വന്നു. അവള് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ്, അവർക്ക് സ്നേഹം ഇതൊക്കെ വേണം, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവളുടെ പാരന്റ്സും അതുപോലെ തന്നെ അവൾ ഒത്തിരി അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷെ ലവിങ് ഹസ്ബൻഡ് കേട്ടോ, അതാണ് ഏറ്റവും രസം. അവള് ബ്ലെസ്ഡ് ആണ് ആ ഒരു കാര്യത്തില്. അപ്പൊ പിന്നെ മക്കളും അമ്മയൊക്കെ നല്ല കൂട്ടായിപ്പോ. ആദ്യം ആ ചെറുപ്പത്തില് ഇതൊന്നും ജോലിക്ക് പോകുന്നു, പണികളെല്ലാം തീർക്കണം, ഈ പിള്ളേര് ഓരോന്നും അടുത്തടുത്തുണ്ടായ 3 കുട്ടികൾ, അപ്പൊ അത്രയും ഏജ് ഡിഫറൻസ് അല്ലേ ഉള്ളൂ. ഇതുങ്ങളെ 3 പേരെയും റെഡിയാക്കും, സ്കൂളിൽ വിടണം. പിന്നെ അമ്മയുടെ അടുത്ത കൊണ്ടുപോയി ചെറുതിനെ കൊണ്ടേൽപ്പിക്കുന്നത്, അതുകൊണ്ടാക്കണം.
ഓഫീസിൽ പോകണം, തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് വീണ്ടും പണി കാര്യങ്ങളും. ഹസ്ബൻഡ് ആണെങ്കിൽ എല്ലാ പണിയും ചെയ്യും കേട്ടോ വീട്ടില്. അവള് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അലക്കുക, വീട് ക്ലീൻ ചെയ്യുക, കുട്ടികളെ കുളിപ്പിക്കുക, ഭക്ഷണം വെക്കുക, അതൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഹസ്ബൻഡ്. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചു. അവരുടെ ഇൻട്രസ്റ്റ് ഒന്നും നോക്കില്ല, ഞാൻ അവരെ ഞാൻ പറയുന്ന വഴിക്ക് വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മൂത്ത മോന് ന്യൂസിലൻഡിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഏതൊരു കോഴ്സ് ചെയ്യാൻ. ഒട്ടും അതിന്റെ ആഗ്രഹത്തിന് തടസ്സം ഇപ്പൊ നിന്നില്ല. ഇങ്ങനെ പലതവണ അപ്പൊ തന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ പറയുമ്പോ നമ്മൾ ഏതാണ്ട് അഡ്വൈസ് കൊടുക്കുന്ന പോലെയാണല്ലോ. അപ്പൊ എനിക്ക് വീണ്ടും കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ അത് കാരണം ടൈം എടുത്ത് പതുക്കെ ഓരോ ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും ഓക്കെ, വളരെ ഇന്നസെന്റ് ആണ്. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളുകയും ചെയ്തു. അങ്ങനെ മോനിപ്പോ ന്യൂസിലൻഡിലാണ്. രണ്ടാമത്തെ ആൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവനും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനായിട്ട് പോയി. മോളും അമ്മയും കൂടിയാണ് ഇപ്പൊ വീട്ടിൽ, പിന്നെ ഹസ്ബൻഡുമാണ് വീട്ടിലുള്ളത്. അപ്പം അവള് സ്കൂളിലാണ് മോള്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവള് പണിഷ്മെന്റ് പരിപാടിയൊക്കെ നിർത്തി. അത് ആദ്യമായിരുന്നു. ഇത് പറഞ്ഞതുകൊണ്ടല്ല, പക്ഷെ നല്ല രീതിയിൽ നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കൊരു ചിന്തിച്ച് കാണുമായിരിക്കും ചിലപ്പോ. അങ്ങനെ കൊടുക്കാതിരിക്കണ എങ്ങനെയാ, അതുപോലെ പൊരുത്തക്കേടാന്നൊക്കെ എന്നോട് അന്ന് പറയുമായിരുന്നു. കൈ പൊങ്ങി പോവും എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇടപെടാൻ പറ്റുന്നിടത്ത് നമ്മൾ ഇടപെടുക തന്നെ വേണം. എന്താ പറയാ, വൈവ സമയത്ത് ഈ സെമിനാറിന്റെ കാര്യം സർവേയുടെ കാര്യം ചോദിക്കുമ്പോഴാണ് എല്ലാരും അവരെ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ചിലർക്ക് മാറ്റം വരുത്താൻ പറ്റിയതും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരോടും നിങ്ങൾ തല്ലരുത്, ഇങ്ങനെ വർത്തം അങ്ങനെ ഞാൻ പറയില്ല. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കുട്ടിക്ക് വാട്ട് ഇസ് ഗുഡ് ഫോർ ദാറ്റ് കിഡ് എന്ന് തോന്നുന്നു, നമ്മുടെ സ്വന്തം മക്കളാണെങ്കിലും എന്ന് തോന്നുന്നു, നിങ്ങൾക്കത് ഓപ്റ്റ് ചെയ്യാം. കാരണം തല്ലാതെ വഴക്ക് പറയാതെ ഇരുന്ന് കുട്ടി ചിലപ്പോൾ റോങ് വേയിൽ എന്തെങ്കിലും ചെയ്യുന്നു, അത് റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ തിരുത്തേണ്ട സമയത്ത് തിരുത്തം തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് മറിയ മോണ്ടിസോറി നമുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈവിൾ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ഇടപെടണം എന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. ഇതിന്റെ കാര്യങ്ങൾ അപ്പൊ ഞാൻ അവിടെ മോളിൽ എഴുതിയിരിക്കുന്നതില് റിപ്പോർട്ട് എഴുതുന്നതിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്ന അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യണ്ട, ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. ഫസ്റ്റ് നമ്മളുടെ ഫ്രണ്ട് ഷീറ്റ്, സെക്കൻഡ് നമ്മളുടെ പ്രിഫൈസ്, തേർഡ് ആയിട്ട് വരുന്നത് ഇൻഡെക്സ് പേജ് അല്ലെങ്കിൽ കണ്ടന്റ്സ്. അത് വന്നിട്ട് കണ്ടന്റ്സിനകത്ത് വരുന്നതാണ് എയിം ഓഫ് ദി പ്രോജക്ട്, മെത്തേഡ്, പിന്നെ ഒന്നൊരു കളക്ഷൻ കൊടുക്കാം അല്ലെങ്കിൽ അനാലിസിസ് കൊടുക്കാം. പിന്നെ ഒപ്പീനിയൻ, പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ, അതും സപ്പോർട്ട് ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡണ്ണോ സപ്പോർട്ടോ കൺക്ലൂഷൻ ഇത്രയും കൊടുത്തിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ റിപ്പോർട്ട് ചെയ്യാം. പക്ഷെ അതിന്റെ ഒരു ഓർഡർ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് എയിം പിന്നെ മെത്തേഡ് അങ്ങനെയുള്ള രീതി. ഇപ്പൊ നമ്മളിപ്പോ സർവേക്ക് പോവുകയാണല്ലോ, സർവേക്ക് പോകുമ്പോൾ നമുക്ക് അവർ പറയണായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നുവാണെങ്കിൽ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇങ്ങനെ തോന്നുവാണെങ്കിൽ, അത് ചെയ്യണത് ശരിയല്ല, അവർ ചെയ്യണത് ശരിയല്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എന്നുവെച്ചാൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ള. അത് പറഞ്ഞാൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നിടത്ത് നമുക്ക് ഇടപെടുക തന്നെ ചെയ്യാം. ചിലര് ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ആയിട്ടിരിക്കും. ആരെങ്കിലും ഇതുപോലെ വരുമ്പോൾ ആണ് അവരെല്ലാം ഒപ്പടൊപ്പം വന്നത്. കൂടുതലും ഗ്രാൻഡ് പാരന്റ്സ് വളർത്തുന്ന കുട്ടികൾ ഗ്രാൻഡ് പാരന്റ്സിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ അവര് ബ്ലെയിം ചെയ്ത് പറയും. നമുക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം എടുക്കുക. അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുകയും കൂടി ചെയ്യാം. ഓക്കെ, ഞാനിത് ഷെയർ ചെയ്തേക്കാം ഗ്രൂപ്പിലേക്ക് കേട്ടോ. ഇനി എന്തെങ്കിലുണ്ടോ ഡൗട്ട്സ്? ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് പാർട്ട് 3 ആയിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുമ്പ് ഒന്ന് കൺഫേം ചെയ്തോട്ടെ, പാർട്ട് 1 എല്ലാ ലെസൺസും കഴിഞ്ഞില്ലേ? 8 ലെസണും. പാർട്ട് 2 ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല, എല്ലാം കഴിഞ്ഞില്ലേ? പാർട്ട് 2 നമുക്ക് 2 സബ്ജക്റ്റ് ആണ്. യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെയും ചൈൽഡ് ഡെവലപ്മെന്റും, യൂണിറ്റ് 6 തുടങ്ങി യൂണിറ്റ് 10 വരെ സൈക്കോളജി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞു. പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞു കഴിഞ്ഞാൽ ടേം എക്സാമിനേഷൻ ഉണ്ടാകും. ടേം എക്സാമിനേഷൻ
ഈ 2 പാർട്ടിയിൽ, അതായത് ഈ 3 സബ്ജക്റ്റും കൂടെ ചേർത്തിട്ടായിരിക്കും 50 ക്വസ്റ്റ്യൻ ഉണ്ടാകും. 50 ക്വസ്റ്റ്യനിൽ 40 എണ്ണായിരിക്കും പാർട്ട് 1 പാർട്ട് 2 10 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. അത് പറഞ്ഞു തരും കേട്ടോ. 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്ന്, 40 ക്വസ്റ്റ്യൻ പാർട്ട് 1 പാർട്ട് 2 കൂടെ മിക്സ് ചെയ്തിട്ട് വരും. മോക്ക് ടെസ്റ്റിന്റെ അതേ ഫോമാറ്റ് ആയിരിക്കും എക്സാം, പക്ഷെ ലൈവ് ആയിട്ട് എഴുതണം. ഒരു സമയം പറയും, മിക്കവാറും രാത്രി 7:30 ആയിരിക്കും. കാരണം പകല് ജോലിക്കൊക്കെ പോണവരുണ്ടാവുമല്ലോ, അതുകൊണ്ട് 7:30 ആയിരിക്കും. ഒരു ലിങ്ക്, മോക്ക് ടെസ്റ്റിന് ലിങ്ക്, എക്സാമിന്റെ ലിങ്ക് തരുന്ന പോലെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അത് കൂടാതെ ഒരു ഗൂഗിൾ മീറ്റ് തരും. ക്ലാസ് റൂമിന്റെ ഗൂഗിൾ മീറ്റ് ലിങ്ക് അല്ല, പരീക്ഷയ്ക്ക് പ്രത്യേകം വേറെ ഒരു ലിങ്ക് ആയിരിക്കും. കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ 2 ഹോൾ 1 ഹോൾ 2 എന്ന് പറഞ്ഞിട്ട് 2 ലിങ്ക് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാം ആകുമ്പോഴേക്കും ഞാൻ നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മളുടെ റോൾ നമ്പർ അനുസരിച്ച് ഏത് ഹോളാണോ നമുക്ക് തന്നിരിക്കുന്നത് ആ ഹോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിങ്കിൽ കയറുക. ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ A-B എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ ഹോളിൽ വന്നിരിക്കുന്ന ക്ലാസ് റൂം ലിങ്ക് ഓപ്പൺ ചെയ്ത് ആ ക്ലാസ്സിൽ കയറിയിരിക്കുക. നമ്മുടെ അതിലേക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യുക. കാരണം ഇത് പറയാൻ കാരണം നമ്മൾ സബ്മിറ്റ് ചെയ്ത് പോകുമ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഇൻവിജിലേറ്റർക്ക് അത് മനസ്സിലാകണം. അപ്പൊ ആ റൂമിൽ തന്നെ കയറിയാലാണ് സബ്മിറ്റ് ആയോ എന്നുള്ളത് ആൾക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. അറിയാതെ മറ്റ് ക്ലാസ് റൂമിന്റെ ഇതിൽ കയറിയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് റൂമിലെ ഇൻവിജിലേറ്റർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതൊക്കെ ഒന്നുകൂടെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. എക്സാം ഉണ്ടായിരിക്കും, അതും കൂടെ ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ക്ലാസ്സിൽ വരാത്തവർക്ക് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ക്ലാസ് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക. ഓക്കെ, സോ ബൈ. താങ്ക് യു. താങ്ക് യു മിസ്. ബൈ.